ഫാദർ ജോഷി മയ്യാറ്റിൽ, മുനമ്പത്തെ 610 കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണിത്. അവരുടെ റവന്യൂ അവകാശം നിഷേധിക്കപ്പെട്ടു, നഷ്ടപ്പെട്ടു. അവർ കുടിയിറക്കൽ ഭീഷണിയിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനമല്ലേ വഖഫ് ബോർഡ് ചെയർമാൻ സ്വീകരിച്ചിരിക്കുന്നത്? അത് അത്ഭുതപ്പെടുന്നില്ല, അത് തീരെ അത്ഭുതമില്ല. കാരണം 1995 ഇതുപോലൊരു ഭീകരമായ നിയമം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് ഒരു ശരിയത്ത് നിയമത്തിന് വേണ്ടി ഇവിടെ എല്ലാ വിധത്തിലുമുള്ള ഒരു ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ട് എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും അതിനു കീഴിൽ കൊണ്ടുവരാവുന്ന രീതിയിലുള്ള ഒരു ലെജിസ്ലേഷൻ നടന്ന നാട്ടിൽ 1995 വഖഫ് ആക്ട് 1995 ശ്രദ്ധാപൂർവം വായിച്ചാൽ ഇത് ഇന്ത്യ തന്നെയാണോ, ഇത് മതേതര ഇന്ത്യയാണോ, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഇന്ത്യയാണോ, ഇതൊരു ജനാധിപത്യം നിലവിലുള്ള ഇന്ത്യയാണോ, അതോ ഇതൊരു തെയോക്രാറ്റിക് കൺട്രിയാണോ എന്നൊക്കെയുള്ള സ്വാഭാവികമായ സംശയം ആർക്കും ഉണ്ടാകും. പക്ഷേ 1995 അങ്ങനെ ഒരു നിയമം ഉണ്ടായിട്ട് മാന്യന്മാരാണ് വഖഫ് ബോർഡിന്റെ തലപ്പത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് ഒത്തിരി നാളുകള് ഈ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് പോലെ ഈ സക്കീറിനെ പോലെയൊക്കെ ഉള്ള ആളുകള് ഇതിന്റെയൊക്കെ തലപ്പത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം 2008 മുതൽ ഇങ്ങോട്ട് ഈ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നവരുടെ നിലവാരം, ആ നിലവാരത്തിനൊപ്പിച്ചുള്ള അഭിപ്രായങ്ങളും പ്രകടനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരള ജനതയുടെ, മലയാളി മനസ്സിന്റെ വലിയ വിഷമവും വേദനയും തിരിച്ചറിയാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു. ഈ സമയത്ത് പോലും ഇത്രമാത്രം ജനത്തിന്റെ മനസ്സിൽ ഈ കടന്നുകയറ്റക്കാരായ നിയമപരിരക്ഷയുള്ള കൊള്ളസംഘം എന്ന് വിശേഷിപ്പിക്കേണ്ടി വന്നിരിക്കുന്ന, സത്യത്തിൽ നോക്കൂ, വഖഫ് എന്ന് പറയുന്നത് ഒരു മതപരമായ ഒരു പ്രവൃത്തിയാണ്. അത് മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഒന്നാണ്. അത് പരിരക്ഷിക്കപ്പെടുക എന്നുള്ള രീതിയിൽ വഖഫ് ബോർഡ് അവിടെയുണ്ട്. ഇതിനൊന്നും ആരും എതിർക്കുന്നില്ല. വഖഫ് അവിടെ നടക്കണം, അവരുടെ ഇടയിൽ നടക്കണം. വഖഫ് ബോർഡ് അക്കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകണം. പക്ഷേ ഇങ്ങനെ ഒരു പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ ഇന്ന് ഇന്ത്യയിലെ സകല പൗരന്മാരുടെയും മേൽ, അത് ആരായാലും കൊള്ളാം, ഇതാണ് ഇവിടുത്തെ നിയമം എന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിയമം ഇവിടെ ഉണ്ടായി. അത് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ, ഒരു മതേതര ബോധവുമില്ലാതെ, ഒരു നീതി ബോധവുമില്ലാതെ എന്തും പിടിച്ചെടുക്കാൻ തക്ക രീതിയിലുള്ള പഴുതുകളിട്ട് നിർമ്മിച്ച നിയമം, ആ നിയമം ഉപയോഗിക്കാൻ തക്ക വിധത്തിലുള്ള റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകള് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തേക്ക് വന്നു. അങ്ങനെ അവര് ഇപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായി ഒരിക്കൽ കൂടി എനിക്ക് ഞാൻ ഓർക്കണം, ഓഗസ്റ്റ് 12 ദീപിക പത്രത്തിൽ എഴുതിയതില് ഒരു ടൈറ്റിൽ അതായിരുന്നു, നിയമപരിരക്ഷയുള്ള കൊള്ളസംഘം എന്നായിരുന്നു. നിയമപരിരക്ഷയുള്ള കൊള്ളസംഘം. അത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയേണ്ട ഒരു അവസരം വന്നിരിക്കുന്നു. നിയമപരിരക്ഷയുള്ള ഈ കൊള്ളസംഘത്തെ ഈ മതേതര ഇന്ത്യക്ക് കടിഞ്ഞാണിട്ടേ പറ്റൂ. ഇവിടെ വർഗീയതയുടെ വിഷയമോ ഇവിടെ ജാതീയതയുടെ വിഷയമോ ഒന്നുമല്ല. ഇതൊരു കൊള്ളയാണ്, ഒരു കൊള്ള, നിയമത്തിന്റെ പരിരക്ഷയുള്ള കൊള്ള. പക്ഷെ അധികം വൈകാതെ ഇതിന് കടിഞ്ഞാണിടപ്പെടും എന്ന വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യയിലെ ജാതി മത ഭേദമന്യേയുള്ള പൗരന്മാര് പ്രതീക്ഷിച്ച് ഇരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ആ പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് കുറച്ചുനാൾ കൂടി സക്കീർമാര് ഇങ്ങനെയുള്ള ബഹളങ്ങള് ഉണ്ടാക്കട്ടെ. അതില് നമ്മൾ അത്ഭുതപ്പെടുന്നില്ല, അസ്വസ്ഥപ്പെടുന്നില്ല. എങ്കിലും മുനമ്പംകാര് 3 വർഷമായിട്ട് തികച്ചും അന്യായമായ
ഈ കൊള്ള സംഘത്തിന്റെ പിടിച്ചെടുക്കൽ, അധിനിവേശം, അതിന് വിധേയരായിക്കൊണ്ട് ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ 3 വർഷമായി ഈ ജനം, മുനമ്പത്തെ ജനം റവന്യൂ തടങ്കലിലായിരിക്കുന്നു എന്നുള്ളത് അത് എല്ലാവരും കണ്ണു തുറന്ന് കാണുന്ന കാഴ്ചയാണ്. ഈ സമയത്ത് പോലും ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് ചിലർ വരുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള ആ അവസ്ഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ഭുതമെന്നും തോന്നാൻ വകയില്ല. പക്ഷേ ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. കുറെ കൂടി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെയും ഇന്ത്യയുടെ മതേതരത്വത്തെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വവും വലിയൊരു ദൃഢ തീരുമാനവുമാണ് നമുക്ക് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.